പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. ഈ ലോകം ആക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും, ഈ ലോകം ആക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും, എൻ പ്രാണനാഥൻ പോയതായ പാദമതി, എൻ പ്രാണനാഥൻ പോയതായ പാദമതി. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന, എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. വേഗം വരാമെന്നുരച്ച നാഥ, നോക്കി നോക്കി കണ്ണുകൾ മങ്ങിടുന്നേ. വേഗം വരാമെന്നുരച്ച നാഥ, നോക്കി നോക്കി കണ്ണുകൾ മങ്ങിടുന്നേ. എപ്പോൾ വരുമോ പ്രാണപ്രിയ, എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ. ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എന്റെ പ്രാണനാഥ, ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എന്റെ പ്രാണനാഥ. നാൾ തോറുമെനിക്കാശ്വാസമായി തീർന്നിടണേ, നാൾ തോറുമെനിക്കാശ്വാസമായി തീർന്നിടണേ. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന, എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന, എത്ര മോദം പാർത്തലത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യയിലും മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്തൃദാസൻ ഡോക്ടർ തോമസ് മാത്യു, അപ്പോൾ തന്നെ ഈ മീറ്റിങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, അപ്പോൾ തന്നെ ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയ കർത്തൃദാസൻ പീറ്റർ പാസ്റ്റർ, അതായത് ആലപ്പുഴയിൽ നിന്ന് കയറിയിട്ടുണ്ട്. ആ കർത്തൃദാസനും ഇതിനകത്തുണ്ട്. ശക്തമായി ഇന്ന് ഉപയോഗിക്കുന്ന ഒരു കർത്തൃദാസനാണ്. അപ്പോൾ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ
ഞങ്ങളുടെ സ്നേഹിതരെ, ഞങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ ഒക്കെ കയറുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ 7 o'clock ആയപ്പോഴത്തേക്ക് എല്ലാവരും കയറി കാണും. പക്ഷെങ്കിൽ ഞാൻ ഇതിനകത്ത് കാണാത്തത് കൊണ്ടായിരിക്കാം അവരിനി മാറിപ്പോയോന്ന് അറിയത്തില്ല. എങ്കിലും ഉള്ള എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോൾ തന്നെ എൻ്റെ കസിൻ ജോണങ്കിളുടെ മോന് ഒക്കെ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു, UK നിന്ന് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ വന്ദനം അറിയിക്കുന്നു. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. ആരെങ്കിലും ഒരാൾ വായിച്ചാൽ വലിയ ഉപകാരമാണ്. ഹല്ലേലൂയ, സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവർ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുകി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കുട്ട നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആയിരുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് അത് ജീവനായി ഇന്ന് വെളിപ്പെടുവാൻ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനെ, ഞങ്ങളെ ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരാത്മാവോടെ കർത്താവെ, ഞങ്ങൾ ഇവിടെ ഈ ബാംഗ്ലൂരിൻ്റെ പ്രദേശത്തായിരിക്കുമ്പോൾ കേരളത്തിലും വിവിധ രാജ്യങ്ങളിലും ആയിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോട് അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കർത്താവെ, 2000 വർഷങ്ങൾക്ക് മുൻപ് അങ്ങ് ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും, അതേ സ്തോത്രം, അതിനു മുമ്പേ എൻ്റെ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും അത് നടക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ പ്രവൃത്തി ഇന്ന് കർത്താവ് ഈ വചനം പറയുമ്പോൾ തന്നെ ഇത് ജീവനായി വെളിപ്പെടുവാൻ തക്കവണ്ണം വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവശക്തി വ്യാപരിച്ച് കർത്താവെ, ഏത് ഭാരപ്പെടുന്ന വിഷയമാണോ കർത്താവെ, ഒന്നും അത് അസാധ്യമാണ് എന്ന് പറയുന്ന ആ വിഷയത്തിൻ്റെ മേൽ എല്ലാം അടച്ചുപൂട്ടിയിരിക്കുന്നത് പോലെ കർത്താവെ, ഒന്നും അത് തുറക്കാൻ കഴിയാത്തതുപോലെ, ചില ഇരുമ്പോടാബലികളെ ഇട്ടതുപോലെ, ഹല്ലേലൂയ, ഒരിക്കലും അത് തുറക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോഴും പുസ്തകങ്ങളെ തുറപ്പാനും അതിൽ 7 മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യനായ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, ആ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ചില കുടുംബങ്ങൾക്കകത്ത് ചില ദൈവപ്രവർത്തികൾ കാണുവാൻ തക്കവണ്ണം, ചില അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുവാൻ തക്കവണ്ണം, സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകൾ അനുഭവിപ്പാൻ, അത് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം സ്വർഗം സഹായിച്ച കൃപയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് നിന്നെ മഹത്വപ്പെടുത്തുന്നു ദൈവമേ. കർത്താവെ, അടിയൻ സംസാരിക്കുമ്പോൾ പ്രിയ പിതാവ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, മാനുഷിക ശബ്ദങ്ങളൊന്നും ഇവിടെ കേൾക്കുവാൻ ഇടയാകാതെ ദൈവിക ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞു. അതേ കർത്താവെ, ഇത് ആവർത്തിച്ച് ഒന്നുകൂടെ പറയുന്നു. അടിയൻ്റെ ശരീരം, അടിയൻ്റെ ആത്മാവ്, അടിയൻ്റെ മനസ്സിനെ എല്ലാം തന്ന ദൈവം കർത്താവെ, അങ്ങ് ശക്തിയേറിയതും മൂർച്ചയേറിയതുമായ ഒരു ആയുധമാക്കി, അങ്ങക്ക് ഇണങ്ങിയ ഒരു ആയുധമാക്കി അങ്ങ് എന്ത് സംസാരിക്കാൻ ഈ ജനത്തോട് ആഗ്രഹിക്കുന്നു കർത്താവെ, സ്തോത്രം. അങ്ങയുടെ അത്ഭുത പ്രവൃത്തി ഈ നാവിൽ കൂടി വെളിപ്പെടുവാൻ കർത്താവെ, മാനുഷിക ശബ്ദം നിന്റെ കുഞ്ഞുങ്ങൾ കേൾക്കുവാൻ ഇടവരാതെ പരിശുദ്ധാത്മാവിൽ സംസാരിപ്പാൻ തക്കവണ്ണം ആത്മാവിൻ്റെ നിയോഗത്തോടെ അടിയനെ അങ്ങ് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. അതിന് വിരോധമായി നിൽക്കുന്ന സകല വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും കുടിയിരിപ്പ് ശക്തികളും സ്വർലോകത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും അധോലോകത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ വഴിമാറട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടും. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒന്നുകൂടെ വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവർ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു.
അത് ഇങ്ങു കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. ഹല്ലേലൂയ. ദൈവസഭ സ്ഥാപിക്കപ്പെട്ടതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് വലിയ പീഡനമുണ്ടായതായി അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വലിയ കഷ്ടതയിലും ഉപദ്രവങ്ങളും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെ ഉറപ്പിക്കുവാനും യേശുവിൻ്റെ ജീവചരിത്രം വിവരിക്കുവാനും ഉതകുന്ന ഒരു രേഖ ഉണ്ടാക്കുകയായിരുന്നു ലേഖകന്റെ ഉദ്ദേശ്യം. മാത്രമല്ല, യേശുവിൻ്റെ മരണം അനേകർക്ക് വേണ്ടിയുള്ള ഒരു മറുപടിയായിരുന്നു എന്നും ഒരു കാലത്തേക്ക് ജനത്തെ അവനും ഉപേക്ഷിച്ചു. അങ്ങനെ ജനം ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന കാലത്ത് അവൻ്റെ രാജ്യം ഒരു പുതിയ രൂപം കൊള്ളുമെന്നും അക്കാലത്ത് അവൻ തൻ്റെ സഭ പണിയുമെന്നും സകല ജാതികൾക്കും സുവിശേഷം അറിയിക്കാൻ തൻ്റെ അനുഗാമികളെ നിയമിച്ചിരിക്കുന്നു എന്നും തൻ്റെ അക്ഷരീകമായ രാജ്യസ്ഥാപനത്തിനും അനുഗാമികൾക്ക് പ്രതിഫലം നൽകുന്നതിനും ക്രിസ്തു വീണ്ടും വരുമെന്നും മറ്റുമുള്ള കാര്യങ്ങൾക്ക് തെളിവ് നൽകിക്കൊണ്ടും പാലസ്തീനിലെ യഹൂദയിൽ വെച്ച് ഏകദേശം AD 58 യഹൂദന്മാർക്ക് വേണ്ടി മത്തായി തൻ്റെ രചന നിർവഹിച്ചു. ഇവിടെ യേശു കർത്താവ് ഗലീല കടലിനരികെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല വിധത്തിലുള്ള ആൾക്കാർക്കിടയിൽ, അതായത് ഭൂതബാധിതര്, രോഗികള്, വിവിധ വിഷയങ്ങളിൽപ്പെട്ട അവരെ കർത്താവ് സൗഖ്യമാക്കി. അങ്ങനെ അവർ 3 ദിവസം പ്രസംഗം കേട്ടും അതെ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ 3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ ഇരുന്നത് കൊണ്ട് കർത്താവ് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ സംഭവം 4 സുവിശേഷങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് നമുക്ക് നമ്മുടെ മുന്നിൽ സമയം കുറവായതുകൊണ്ട് അത് നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. യേശു കർത്താവ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഇവർക്ക് കഴിക്കുവാൻ കൊടുക്കണം. അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, 200 പണമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന്. ഇവിടെ ജനമാണെങ്കിൽ 20,000-ൽ കൂടുതലുണ്ട്, കുറഞ്ഞതുണ്ട്. അപ്പോൾ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവരെ ആരും നിയന്ത്രിക്കാനില്ല. അവർ വളരെ ശാന്തമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അതുപോലെ അവർ ശാരീരികമായി വളരെ ക്ഷീണിതരാണ്. കാരണം 3 ദിവസം അവർ ഒരേ ഇരിപ്പ് ഇരിക്കുക. ആ ഇരിപ്പിൽ അവർ ശാരീരികമായി വളരെ ക്ഷീണിതരാണ്. എന്നാൽ ആത്മീകമായിട്ട് അവർ വളരെ പുഷ്ടിയുള്ളവരാണ്. ആ 3 ദിവസം അവർ എങ്ങനെ കർത്താവിൽ നിന്ന് ആ തിരുവായിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശാരീരികമായിട്ട് അവർ ക്ഷീണിതരാണെന്ന് നമ്മുടെ മനസ്സലിവുള്ള കർത്താവിന് അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഫിലിപ്പോസിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 200 പണമേ ഉള്ളൂ. നമ്മുടെ പരിമിതികളെയൊക്കെ അറിയാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ആമേൻ, സ്തോത്രം. നമ്മുടെ അവസ്ഥകൾ എന്താണെന്ന് നമ്മുടെ കർത്താവിന് അറിയാം. നമ്മുടെ കയ്യിൽ ശൂന്യമാണോ അതോ കുറച്ചേ ഉള്ളോ, എന്തായാലും നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരിക്കൽ വിധവയായ സ്ത്രീയോട് എലീശ എന്ന് പറയുന്ന പ്രവാചകൻ ചോദിച്ചൊരു കാര്യമുണ്ട്, നിന്റെ പക്കൽ എന്ത് ഉണ്ട്? ഇവിടെ ഇപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, എന്താണ് നമ്മുടെ പക്കൽ എന്തുണ്ടെന്ന്.
നമ്മുടെ പരിമിതികളെയൊക്കെ മാറ്റാൻ കഴിവുള്ള ഒരു കർത്താവാണ് ഈ ചോദിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വിധവ ഒരിക്കൽ ഭർത്താവുമായി ശുശ്രൂഷ ചെയ്ത സമയമുണ്ട്. ഇപ്പോൾ ഇതാ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. കർത്താവിൻ്റെ അടുക്കൽ വരുന്നവരെ അവന് ഒരിക്കലും വെറുതെ വിട്ടിട്ടില്ല. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ അന്ത്രയോസ് കുട്ടികളുമായിട്ട് നല്ല സമ്പർക്കമുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് ബാലൻ തൻ്റെ കയ്യിലിരിക്കുന്ന അപ്പവും മീനും കൊടുത്തത്. തന്നെയുമല്ല, കർത്താവിന് അത് കൊടുക്കുവാൻ ബാലന് നല്ല മനസ്സായിരുന്നു. ഈ ബാലൻ ഉൾപ്പെട്ട ഒരു ജനാവലി കർത്താവിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കറിയാം എൻ്റെ കർത്താവിൻ്റെ കൃപയോട് കൂടി വിളമ്പുന്ന ഈ ഭക്ഷണം വർദ്ധിക്കുമെന്ന്. ഹല്ലേലൂയ! ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. ആ ജീവനായി വെളിപ്പെടുന്ന കർത്താവ്, അന്ന് മനസ്സലിഞ്ഞ കർത്താവ്, ഇന്നും നമ്മുടെ മധ്യേ അത്ഭുതം ചെയ്യുവാൻ അവൻ ഒരിക്കലും, അതെ, അവൻ്റെ കരം ശൂന്യമല്ല. അവൻ നിറച്ചവൻ്റെ നിറവ് അവൻ്റെ കരത്തിലുണ്ട്. അതെ, 12 ശിഷ്യന്മാർ അത് വിളമ്പിയത് കൊണ്ട് എന്തോ ചെയ്തു? 12 കൊട്ട അവശേഷിച്ചു. ഇത് ശിഷ്യന്മാർക്ക് 12 കുട്ട എന്താണ് പ്രതിഫലമായി കിട്ടി. ഇവിടെ നാം മനസ്സിലാക്കണം, കർത്താവിന് വേണ്ടി കൊടുക്കുന്നവർക്ക് എല്ലാ തരത്തിലും, അതായത് സ്വർഗത്തിലെയും ഭൂമിയിലെയും പ്രതിഫലം ലഭിക്കും. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വെറും കൈയോടെ വിടുകയില്ല. ദൈവം തരുന്ന നന്മകൾ നഷ്ടമാക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. 5 അപ്പം കൊണ്ട് അത്രയും ജനത്തെ പോഷിപ്പിച്ചത് ആ ബാലൻ്റെ പരിമിതമായ ആ അപ്പവും മീനും കൊണ്ടാണെങ്കിൽ, ഇന്ന് നമ്മുടെ കയ്യിലുള്ള പരിമിതിയെ ദൈവം വളരെ സമൃദ്ധിയായി വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പരിമിതിയിലും നമ്മൾ, അതെ, നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തുമൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ അതിരുകളെയും കർത്താവ് വിശാലമാക്കും. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യം ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? 2 രാജാക്കന്മാർ 4-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. നിന്ന് ഒരാൾ ദൈവപുരുഷന് ആദ്യ ഫലമായിട്ട് 20 യവത്തപ്പവും മലരും പൊക്കണത്തിൽ കൊണ്ടുവന്നു. ജനത്തിന് അത് തിന്മാൻ കൊടുക്ക എന്ന് അവൻ കൽപ്പിച്ചു. അതിന് അവന്റെ ബാല്യക്കാരൻ, ഞാൻ ഇത് 100 പേർക്ക് എങ്ങനെ വിളമ്പുമെന്ന് പറഞ്ഞു. അവൻ പിന്നെയും, ജനത്തിന് അത് തിന്മാൻ കൊടുക്ക, അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്യും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവർക്ക് വിളമ്പിക്കൊടുത്തു. യഹോവയുടെ വചനപ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു. ആമേൻ, സ്തോത്രം. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന് ഏത് കാലത്തും പ്രവർത്തിക്കുവാൻ കഴിയും. അതെ, പഴയ നിയമകാലത്ത് അത് പ്രവർത്തിച്ചെങ്കിൽ പുതിയ നിയമകാലത്ത് യേശു കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തെങ്കിൽ, അതെ, ഹല്ലേലൂയ, സ്തോത്രം, 2 യവത്തപ്പം, അതെ, 100 പേർക്ക് കൊടുത്തിട്ട്, അതെ, സ്തോത്രം, 2 അല്ല 20 യവത്തപ്പം 100 പേർക്ക് കൊടുത്തിട്ട് ശേഷിച്ചത് അധികമെന്ന് ഇവിടെ നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലായി, അല്ലേ? 2 യവത്തപ്പം 100 പേർക്ക് കൊടുത്തിട്ട് ശേഷിച്ചത്. ഇവിടെ നമ്മുടെ പരിമിതികളെയൊക്കെ അറിയാവുന്ന ഒരു കർത്താവാണ്. എന്നാൽ വിശ്വാസത്താൽ കൊടുക്കുന്നതാണ് ഇവിടെ പ്രധാന സന്ദേശം. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകും. ഇവിടെ പ്രധാനമായൊരു സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. എന്നാൽ നമ്മുടെ വിശ്വാസം ജാഗ്രതയോടെ ആയാൽ ഭയങ്കര കാര്യങ്ങളെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. യേശു കർത്താവ് ഇവിടെ 2 അത്ഭുതങ്ങളാണ് വിളമ്പിയത്. വിശ്വാസത്താൽ നമുക്കും ഇത് സാധിക്കും. കാരണം കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് ഈ കാര്യം ഇങ്ങനെ നിങ്ങളോട് ഞാൻ പറയുമ്പോൾ ഞാൻ ഒരു സന്ദർഭം ഓർക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലും അതെ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. അതിലൊരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ.
ഹല്ലേലൂയ, സ്തോത്രം. ഒരു 5-6 വർഷം ഏകദേശമായി. 6 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഇവിടെ ഡോക്ടർ തോമസ് മാത്യു പറഞ്ഞതുപോലെ ഞങ്ങൾ പുല്ലാട് ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈകിയ സമയത്ത് ഞങ്ങൾ പുളിക്കീഴ്, മാവേലിക്കരയ്ക്കടുത്ത് പുളിക്കീഴ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ സുവിശേഷം പറയാൻ വേണ്ടി 3-4 ഓർത്തഡോക്സ് ഫാമിലിയിലേക്ക് പോയി. ഓർത്തഡോക്സ് ഫാമിലിയിലുള്ള 4 കുടുംബത്തിലേക്ക് പോയി. അവിടെ ചെന്ന് അവർ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു കോള് വന്നു. കർത്താവിൻ്റെ ദാസി ഞങ്ങൾ ഒരു മെഡിക്കൽ കോളേജിലെ ഒരു ഫിസിഷ്യനാണ് ആ ഒരു ഡോക്ടർ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്, ഞങ്ങളെ വെയിറ്റ് ചെയ്ത് വൈകിയ സമയത്ത്. ഞങ്ങളപ്പോൾ എവിടാണ്? പുളിക്കീഴാണ്. അപ്പോൾ ആ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ ഞങ്ങളൊരു 10 മിനിറ്റോളം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു, ഇവിടെ ഗേറ്റ് പൂട്ടിരിക്കുക, നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഇതുപോലെ ഞങ്ങൾ സുവിശേഷം സംബന്ധിച്ച് ഞങ്ങളിങ്ങനെ ആയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക, ദയവായിട്ട് നിങ്ങൾ എത്ര സമയം പോയാലും നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊന്ന് കയറാതെ പോകരുതേ, ഞങ്ങൾ തിരിച്ചങ്ങ് പോവുക എന്ന് പറഞ്ഞ് പുല്ലാട്ടൂന്ന് അവർ നേരെ തിരുവല്ലായ്ക്കകത്ത് അടുത്ത് ഉള്ളൊരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അവരുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ, ഞങ്ങൾക്ക് ഒരുപാട് വൈകിയതുകൊണ്ട് രാത്രി 11:30-12ഓളമായി സുവിശേഷം പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരുക. ആ പോരുന്ന സമയത്താണ് പറഞ്ഞത്, പിന്നെ എന്താ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് കയറിയിട്ടേ പോകാമെന്ന്. രാത്രി അസമയമാണെങ്കിലും ആ കർത്താവിൻ്റെ ദാസൻ്റെ ആ വിളി കാരണം ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റും. എന്തെങ്കിലും അത്യാവശ്യ കാര്യം കാണുമെന്ന് ഓർത്ത് ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിപ്പോൾ ഏകദേശം 12:30ഓളമായി. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ നേരത്ത് അദ്ദേഹം ഇത് ദൈവത്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കവർ ഞങ്ങളുടെ കയ്യിൽ തന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കർത്താവിൻ്റെ ദാസനെ ഇതിനായിരുന്നെങ്കിൽ ഞങ്ങൾ വരത്തില്ലായിരുന്നല്ലോ, ദൈവാസന എന്തെങ്കിലും പ്രാർത്ഥിക്കാനൊരു വിഷയമായിരുന്നു ഓർത്താണല്ലോ വന്നേ. ദൈവം ഞങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് സ്വസ്ഥത തരുന്നില്ല, ഇത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാതൊരു സമാധാനമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങ് വീട്ടിൽ പോന്നു. എന്നാൽ അതുകൊണ്ട് ഈ കബോർഡിനകത്ത് വെച്ചു. ഒരു 3-4 ദിവസം കഴിയുമ്പോഴാണ് ഈ കവർ എടുക്കേണ്ട ആവശ്യം വന്നത്. സത്യം പറഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടും ഒരു 20,000 രൂപ ഞങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കണം. മീൻസ് ഒരു വിഷയത്തിനകത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് കൊടുക്കാനിരുന്നിട്ട് എന്നോട് ഇവിടെ കർത്തൃദാസൻ പറഞ്ഞു, മോളെ, നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ, എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ആ പൈസ നമുക്ക് എണ്ണി നോക്കാം എത്ര രൂപയുണ്ടെന്ന്. അപ്പോൾ ആ കവറിനകത്തു നിന്ന് ആ പൈസ എണ്ണി നോക്കിയപ്പോൾ, ദൈവമക്കളെ, ദൈവസന്നിധിയിലാണ് ഞാൻ ഇരിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ, അഗ്നിജ്വാലക്കത്ത കണ്ണുള്ളവൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധത്തോടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങളുടെ ഏതെങ്കിലും പരിമിതമായ വിഷയങ്ങൾ, ഏതെങ്കിലും നിങ്ങളുടെ ശൂന്യമായി കിടക്കുന്ന വിഷയത്തിൽ അന്നും ഇന്നും പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഉയരത്തിലുണ്ട് എന്നുള്ള ആ വിശ്വാസം, അത് സാമ്പത്തികമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള തലമുറകളുടെ വിഷയമായിരിക്കോട്ടെ, മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ടുള്ള വേദന ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവിടെ നിങ്ങളുടെ പരിമിതിക്കകത്ത് നിങ്ങൾക്ക് കഴിയാത്തത് ഏത് വിഷയമായിക്കോട്ടെ, ആ വിഷയത്തിൽ സ്വർഗത്തിന് ഇറങ്ങാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഞാൻ പറയുന്നത്. സമ്പത്ത് വരും പോകും, അത് അടയാളങ്ങളും അത്ഭുതങ്ങളും ഇവിടെ കിടക്കത്തേ ഉള്ളൂ. പക്ഷേ അത് നിത്യതയ്ക്കുള്ള ഒരു മുഖാന്തരമാണെന്നല്ലാതെ അതിന് വലിയ പ്രിഫറൻസ് കൊടുക്കുന്നവളല്ല ഞാൻ. പ്രോസ്പിരിറ്റി തിയോളജി പറയുമല്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സകലവും ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അവിടെ ഞങ്ങൾ ആ കവറ് പൊട്ടിച്ചിട്ട് ആ പൈസ നോക്കിയപ്പോൾ അതിനകത്തുനിന്ന് കർത്തൃദാസനെ എണ്ണി, ഞങ്ങൾക്ക് അന്ന് 20,000 രൂപ ആവശ്യമുണ്ട്. പക്ഷേ ആ കർത്തൃദാസനെ എൻ്റെ കൂട്ടുദാസന് പൈസ എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ 500ൻ്റെ കുറേ നോട്ടുകളായിരുന്നു. എണ്ണി 5,000 എണ്ണി, 10,000 എണ്ണി, 20,000 ആയപ്പോൾ സ്റ്റോപ്പായി. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ ഈ പൈസ ആ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്കൊരു താങ്ക്സ് പറയാൻ, കർത്താവിൻ്റെ ദാസനെ അല്ലെ ഡോക്ടറെ അല്ലെ സിസ്റ്ററെ, നിങ്ങൾ തന്ന ഉപകാരത്തിന് സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകൾ നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ 20,000 രൂപ ഞങ്ങൾക്ക് തന്നെങ്കിൽ 100 മടങ്ങ് ദൈവം നിങ്ങളെ മാനിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, സിസ്റ്റർ എന്താ സിസ്റ്റർ പറയുന്നത്? ഒരു കാരണവശാലും അച്ഛൻ അത് വെച്ചിട്ടില്ല, പൈസ 5,000 രൂപയിൽ കൂടുതൽ 1 രൂപ വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്ലീസ് എത്രയും പെട്ടെന്ന് ഡോക്ടറെ വിളിക്ക്,
എന്താണ് അതിൻ്റെ കാര്യമെന്നൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു. ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ അതിനകത്ത് 5000 രൂപ വെച്ചതല്ലാതെ ഞാൻ 1 രൂപയും വെച്ചിട്ടില്ല. കർത്താവിൻ്റെ ദാസി പറയുന്നു, ഞാൻ 5000 അല്ലാതെ 1 രൂപ പോലും വെച്ചിട്ടില്ല. ദൈവത്തിൻ്റെ മക്കളെ, അന്ന് അത്ഭുതം ചെയ്ത ദൈവം ഇന്നും ആ 5000ത്തെ 15000 കൂടെ കൂട്ടിത്തന്ന് ദൈവം അത്ഭുതം ചെയ്തു. ഇത് അതേ സ്തോത്രം പരീക്ഷിക്കാനോ, പരീക്ഷകന്മാരുടെ കൂട്ടി ചിന്തിക്കാനോ, ശാസ്ത്രിമാരുടെ കൂട്ടി ചിന്തിക്കാനോ, അല്ലെങ്കിൽ പള്ളിപ്രമാണികളുടെ കൂട്ടി ചിന്തിക്കാനോ ഉള്ള ഒരു സന്ദർഭമല്ല ഇത്. സ്വർഗത്തിലെ ദൈവം അതേ സ്തോത്രം ഏത് പരിമിതിയുണ്ടോ ആ പരിമിതികൾക്കകത്തൂടെ ഒരു വിശാലത തരുന്ന ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ 5000ത്തെ 20,000 ആക്കിയ ദൈവം, ആ 5 അപ്പത്തെ 2 മീനെ പോഷിപ്പിച്ച ദൈവം സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി പിതാവിനോട് സ്തുതിച്ചു എന്നാണ് അർത്ഥം. അതെ, ആ 5 അപ്പം കയ്യിലെടുത്തിട്ട് സ്വർഗത്തെ നോക്കി വാഴ്ത്തി സ്തുതിച്ചപ്പോഴാണ് അപ്പം ഇരട്ടിച്ചതെങ്കിൽ അപ്പത്തെ നോക്കിയല്ല വാഴ്ത്തിയത്, സ്വർഗത്തെ നോക്കിയാണ് വാഴ്ത്തിയത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ കർത്താവിന് ഇന്നും ഒരു അത്ഭുതം ചെയ്യുവാൻ ഇടയാകും. അതേ സ്തോത്രം. അതെ സഹോദരങ്ങളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണേ, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞേച്ചു പോയത്, അല്ലേ? ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. അതെ, വിശ്വാസത്തോടെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നോട്ടത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും അതെ വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ, നിർവ്യാജ സ്നേഹത്തോടെ, നീതിയോടെ, സത്യത്തോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണോ, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. ബൈബിള് വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നേർച്ച നടത്തുന്നു, അവിടെ കർത്താവിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ ശക്തിയോടാണോ ദൈവത്തെ ആരാധിക്കുന്നത്, കർത്താവിന്റെ കൂടെ നടന്ന് കർത്താവിന്റെ ശബ്ദമാണോ കേട്ട് ജീവിക്കുന്നത്, നിശ്ചയമായും എല്ലാ പരിമിതികളെ മാറ്റുവാൻ സർവശക്തിയുള്ള ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അതേ സ്തോത്രം. സഹോദരങ്ങളെ, ഒന്നാമത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ കർത്താവേ എന്ന് നമ്മുടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കയ്യിൽ ചെറിയ ഒരു കാര്യമേ ഉള്ളൂ, അത് കർത്താവിന്റെ കയ്യിൽ നമുക്കതങ്ങ് കൊടുക്കാം. കർത്താവ് അത് വിശാലമാക്കും. ജബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്നാൽ ദൈവം അവന്റെ അതിരുകളെ എന്താണ് വിശാലമാക്കി. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും വിഷയത്തിൽ അതെ ഹല്ലേലൂയ ഭാരപ്പെടുന്നുണ്ടോ? മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഏതെങ്കിലും തകർച്ചയിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ഞെരുക്കത്തെ ഹല്ലേലൂയ, ഏതുവിധ ഞെരുക്കമാണ്, സാമ്പത്തിക ഞെരുക്കമായിരിക്കണമെന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആത്മീക ഞെരുക്കമാകാം. എത്ര പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ടും പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സപ്പെടുത്തി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ കഴിയാതെ അതേ ആത്മീക വാതിലുകളെ അടച്ചു കെട്ടി വെച്ചിരിക്കുന്ന ദുഷ്ട പൈശാചിക ശക്തിക്ക് ഇന്ന് രാത്രികാലം ദൈവത്താൽ ഒരു വാതിൽ തുറക്കാൻ പറ്റുമെന്ന് വിശ്വാസത്തോടെ ഞാൻ സ്തോത്രം ചെയ്തു പറയുകയാണ്. ഹല്ലേലൂയ. സകല അധമ പാതാളത്തിലേക്ക് പോകുവാൻ ഒരു ദുഷ്ട പിശാച് നോക്കിയാലും എൻ്റെ കർത്താവ് ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. ഹല്ലേലൂയ. അതിരുകളെ വിശാലമാക്കുന്ന നമ്മുടെ കർത്താവ്, ആത്മീകമായി വിശാലത തരുന്ന ദൈവം, ഭൗതിക വിശാലത തരുന്ന ദൈവം. അതേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ അതേ കഴിയാതെ വിഷമിക്കുന്നുവെങ്കിൽ ഒരു കാര്യമുണ്ട്, മാതാപിതാക്കൾ ഐക്യതയുള്ളവരാണോ, അപ്പനും അമ്മയും ഐക്യതയോടാണോ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് ഇറങ്ങാൻ കഴിയും. ഒരാള് ഇടത്തോട്ടും ഒരാൾ വലത്തോട്ടും ഇരുന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ സ്വർഗത്തിനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ, നിശ്ചയമായിട്ടും ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഇന്നും ചെയ്യുവാൻ അതേ സ്തോത്രം സമയം കഴിഞ്ഞു പോയിട്ടില്ല. അതിരുകളെ വിശാലമാക്കുന്ന നമ്മുടെ കർത്താവ് നിങ്ങളുടെ നഷ്ടങ്ങളെ അവൻ ലാഭമാക്കി തീർക്കും. എവിടെ ശൂന്യതയുടെ ഒരു അനുഭവമുണ്ടോ അവിടെയെല്ലാം ഒരു വലിയ നിറവ് നിങ്ങൾക്ക് ദൈവം തരുവാൻ ഇടയാകും. മരുഭൂമിയിൽ അതെ ഉറവകളെ തുറക്കുന്നത് പോലെ, നിർജ്ജന പ്രദേശത്ത് നദികളെ സൃഷ്ടിക്കുന്നത് പോലെ, തീക്കൽ പാറയിൽ നിന്ന് അതെ വെള്ളത്തെ പുറപ്പെടുവിക്കുന്നത് പോലെ സകലതും നിറയ്ക്കുന്നവന്റെ നിറവ് ആമേൻ ഇന്ന് രാത്രികാലം നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുവാൻ ഇടയാകും.
ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അങ്ങനെയെങ്കിൽ ക്രിസ്തു ശിഷ്യരാകുന്ന നമ്മിലുള്ള അല്പം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ മനസ്സ് വയ്ക്കുമെങ്കിൽ യേശു അതിനെ ആയിരങ്ങളെ പോഷിപ്പിക്കുവാൻ ഉതകും വിധം വർദ്ധിപ്പിക്കും. എന്നാൽ പ്രധാനമായ ഒരു വ്യത്യാസം, അന്ന് ഗലീല കടലിൻ്റെ തീരത്ത് ഭക്ഷണം കഴിച്ചവർക്ക് താൽക്കാലിക വിശപ്പ് മാത്രമേ ശമിച്ചുള്ളൂ എങ്കിൽ ഇന്ന് രാത്രികാലം ജീവിക്കുന്ന ക്രിസ്തുവിൽ വിശപ്പടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥായിയായ ഒരു സംതൃപ്തി ലഭിക്കുവാൻ ഇടയാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനൊരു അവസരം തന്ന കർത്തൃദാസനും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയെ പറഞ്ഞുകൊണ്ട് സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.